നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രപഞ്ചശക്തിയുടെ അദൃശ്യമായ ഇടപെടലുകൾ ഈ പ്രപഞ്ചം ഒരു വലിയ ഊർജത്തിൻ്റെ പ്രവാഹം തന്നെയാണ്. നാം കാണുന്നതും കേൾക്കുന്നതിനും അപ്പുറം ചില നിയോഗങ്ങൾ നമ്മെ നയിക്കുന്നുണ്ട്. ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു യാദൃശ്ചികമല്ല, മറിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സന്ദേശത്തിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പ്രതിസന്ധികളുടെ കയങ്ങളിൽ ഉഴലുമ്പോൾ നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കാറില്ല. നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരെക്കാൾ നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവർ അധികമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം നേരിടുന്ന ഓരോ തിരിച്ചടികൾക്കും പിന്നിൽ ഒരു കാരണമുണ്ടാകും. ആ കാരണങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും അവയെ പ്രതിരോധിക്കാനും പ്രപഞ്ചം ചില സൂചനകൾ നമുക്ക് നൽകും. അത്തരമൊരു സൂചനയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെക്കുറിച്ചും അവരെ എങ്ങനെ അതിജീവിക്കാമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് സംവാദിക്കാൻ പോവുകയാണ്. അതായത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ് നൽകാൻ പോവുകയാണ്. വളരെ ജാഗ്രതയോടെ ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ കേൾക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ എത്തിപ്പെടുന്നത് പ്രപഞ്ചത്തിൻ്റെ മുൻകൂർ മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കുക തന്നെ വേണം. വലിയ മഴ പെയ്യുന്നതിന് മുൻപ് കാലാവസ്ഥ നിരീക്ഷകർ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ടും നൽകാറില്ലേ? അതെന്തിനാണ്? വരാനിരിക്കുന്ന അപകടത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കാനാണ്. അതുപോലെ തന്നെയാണ് പ്രപഞ്ചശക്തി നൽകുന്ന ഈ സൂചനകളും. ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലെത്തിയെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. അവഗണിച്ചാൽ വലിയ അപകടങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നാം എല്ലാവരും തന്നെ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവരും അതിനായി കഠിനമായി പ്രയത്നിക്കുന്നവരുമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അസൂയയും വിദ്വേഷവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന, അത്തരത്തിൽ നമ്മുടെ തകർച്ചകളിൽ ആനന്ദിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ചിലപ്പോൾ അവരെ നിങ്ങൾക്ക് നേരിട്ട് അറിയാമായിരിക്കും, അല്ലായെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാവാം. ചിലർക്കിപ്പോൾ തന്നെ ആ വ്യക്തിയെക്കുറിച്ചൊരു വ്യക്തമായ ബോധമുണ്ട്. അതായത് ആരോ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നൽകുന്ന സത്യമാണ്, സൂചന തന്നെയാണ്. നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്തെന്നാൽ ഇത്തരം ശത്രുക്കൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങളെ നേരിട്ട് ആക്രമിക്കുകയില്ല. കാരണം നിങ്ങൾ ശക്തരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പിന്നിൽ നിന്ന് കുത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രമേൽ വലിയ ആൾബലമോ അല്ലായെങ്കിൽ നിങ്ങൾ അത്ര വലിയ ശക്തനാവണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ ഉറ്റവരോ ഉടിയവരോ ആയവരായിരിക്കാം, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള നിങ്ങളുടെ ഭവനത്തിലുള്ള ആളുകൾ തന്നെയായിരിക്കാം ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. പുറത്തുള്ള ശത്രുവേക്കാൾ ഭയക്കേണ്ടത് അകത്തുള്ള ശത്രുവെ തന്നെയാണ്. അകത്തുള്ള ശത്രുവും പുറത്തുള്ള ശത്രുവും ഒരുമിച്ച് കഴിഞ്ഞാൽ വലിയ നാശത്തിലേക്കായിരിക്കും നമ്മുടെ ജീവിതം എത്തിച്ചേരുക. പുറമേ അവർ നിങ്ങളോട് ചിരിക്കുകയും നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഉള്ളിൽ അവർ നിങ്ങൾ നശിച്ച് കാണണമെന്ന വിഷയം അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അവരുടെ മനസ്സിലത് ആഴത്തിലുണ്ടാവുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കും അവർ കൂടുതലും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരാജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ അല്ല, മറിച്ചൊരു പുരുഷനാണ് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അതിനർത്ഥം നിങ്ങൾക്കെതിരായി ഒന്നിലധികം ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഭയമല്ല വേണ്ടത്, മറിച്ച് എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രതയാണ് വേണ്ടത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ എല്ലാ മേഖലകളെയും തകർത്ത് കാണാൻ, നിങ്ങളുടെ സന്തോഷം, സമാധാനം, ആരോഗ്യം ഇവയെല്ലാം തകർത്ത് നിങ്ങളെ ഒരു പടുകുഴിയിൽ കാണാനാണ് ഇത്തരം ആളുകൾക്ക് ആഗ്രഹം. അതിനാൽ നമുക്കെതിരെ ആരൊക്കെയാണ് തിരിയുന്നത്, നമുക്ക് കൃത്യമായൊരു നിരീക്ഷണം വേണം. നമ്മുടെ ഒപ്പം കൂടുന്ന എല്ലാവരും നമ്മുടെ ഉയർച്ചയ്ക്കായുള്ളവരല്ല. അതിൽ നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ സ്ഥാനം തകർത്ത് ആ സ്ഥാനത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ഒരു വലയത്തിൽ നാം നിർത്തുക, നിരീക്ഷണ വലയത്തിൽ. അത്തരം നിരീക്ഷണ വലയത്തിൽ നിർത്തിയതിന് ശേഷം അവരുടെ ഓരോ നീക്കങ്ങളും നമുക്ക് അറിയാൻ സാധിക്കണം. അതിനായി നിങ്ങൾ കൂടുതൽ സമയങ്ങളൊന്നും ചിലവഴിക്കരുത്. കാരണം നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ള സമയം കൂടെ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അതിനായി നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുക. ഇത്തരം ആളുകളെ നമ്മുടെ ഏതെങ്കിലും ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ അത്തരം ആളുകളെക്കുറിച്ചും അവരെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏത് രീതിയിലാണ് അവരുടെ നീക്കങ്ങളെന്നും എല്ലാം നാം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് മാത്രം. ഇതോടൊപ്പം നിങ്ങൾക്ക് വളരെ ഗുണകരമായി തീരുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. വിശേഷാൽ ദിവസങ്ങളിൽ പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ട്.
ഇത്തരം പൂജകളിലും വഴിപാടുകളിലും നിങ്ങൾ പങ്കാളിയാവുന്നതിലൂടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കും. എല്ലാവരുടെ ജീവിതത്തിലും കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം ഇത്തരത്തിൽ ധാരാളം നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. അവയെ ഇല്ലാതാക്കാൻ ഇത്തരം പൂജാ വഴിപാടുകൾക്ക് സാധിക്കും. ഈ പൂജാ വഴിപാടുകളിൽ നിങ്ങൾക്ക് പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കുമെല്ലാം ഇത് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കാൻ ഇത്തരം പൂജാ വഴിപാടുകൾക്ക് ശക്തിയുണ്ട്, സാധിക്കും. നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും തങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അവരുടെ മുന്നിലേക്ക് ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ ആ ശത്രുവിനെ എത്തിച്ചു തരും. ശത്രുവിനെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത്. ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് ആരു തന്നെ ആയാലും, ഒരുപക്ഷെ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ പല ആളുകളും തകർന്നു പോവാറുണ്ട്. അത്രമേൽ പ്രിയപ്പെട്ട അവരുടെ തിരിച്ചടികൾ താങ്ങാൻ കഴിയാത്ത ആളുകൾ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ളത്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്നാൽ, അവർ നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി നിങ്ങൾ തിരിച്ച് അവരുടെ നാശം ആഗ്രഹിക്കരുത്. അവരുടെ കണ്ണുനീര് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുന്നത്. ഇതുവരെ നിങ്ങൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ വരെ എത്തിയെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മനസ്സിൽ നന്മയും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ട് എന്നാണ്. അതായത് പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ചതിച്ചവർക്കും നിങ്ങളുടെ നാശം ആഗ്രഹിച്ചവർക്കും പ്രപഞ്ചശക്തി അതിന് കൃത്യമായ തിരിച്ചടികൾ നൽകും. അത് നമുക്കിവിടെ കാണാൻ സാധിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇതുവരെ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള യാത്രയിലും യാതൊരുവിധ ഭയപ്പാടുകളും വേണ്ടതില്ല. നിങ്ങളുടെ സത്യസന്ധതയും മനഃശുദ്ധിയും കൈവിടാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ കൂടുതൽ ശത്രുക്കൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. എന്നാൽ അവരെയെല്ലാം അവരുടെ വഴിക്ക് പോയിക്കൊള്ളും. അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർക്ക് തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും വേണ്ട. കാരണം ഒരു കാലവും കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവിക ശക്തിയെ നിത്യവും മനസ്സിൽ ധ്യാനിക്കുക. ആ പ്രപഞ്ചശക്തിയെ ഉള്ളിൽ ആരാധിക്കുക. ഇതുവരെ എന്നെ നയിച്ച ശക്തി ഇനിയും എന്നെ നയിക്കുമെന്ന ഉറച്ച വിശ്വാസം മതി ഏതൊരു കടമ്പയും കടക്കാൻ. ഈ സന്ദേശം കേൾക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ ഇത് ഒരു കാരണമായി തീരും. പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞവരാണ് എങ്കിൽ അവർക്കെതിരെ നിങ്ങൾ പ്രതിരോധിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കെതിരെ തിരിയും. അതാണ് നാം നേരത്തെ പറഞ്ഞത്. അത്തരം ആളുകളെ ഒരു നിരീക്ഷണ വലയത്തിൽ മാത്രം നിർത്തുക. അവർക്കെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും നിൽക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടുന്ന സമയവും നിങ്ങൾക്കെതിരെ പ്രപഞ്ചശക്തിയുടെ എതിരായ പ്രവർത്തനവും ഉണ്ടാവും. അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുനീരിന് ഒരു കാരണവശാലും പങ്കാളിയാവരുത്. നിങ്ങൾ കാരണം ഒരാളുടെ കണ്ണുനീരും ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാളുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വിതയ്ക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർക്ക് ഈ പ്രപഞ്ചശക്തി നാം നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചടികൾ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അവരുടെ മുന്നിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കുമ്പോഴാണ് അവർ തകരുന്നത്. ആ വിജയത്തിന് ഈ പ്രപഞ്ചശക്തിയുടെ എല്ലാ പിന്തുണയും ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിങ്ങൾക്ക് അതിനുള്ള അംഗീകാരം ഈ ഒരു സമൂഹത്തിൽ നിന്നും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്നും എല്ലാം ഉണ്ടാവും. പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമാണ്. പ്രപഞ്ചം നന്മയുടെ ഭാഗത്താണ്. തെറ്റുകാരെ ഒറ്റുകാരെ പ്രപഞ്ചം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എത്ര ആളുകളാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത്തരം ദുഷ്ടപ്രവൃത്തികൾ ചെയ്ത എത്ര ആളുകളുണ്ട് ഇന്ന് പല വേദനകളും ദുരിതങ്ങളും അനുഭവിക്കുന്നത്. നാം പറയാറില്ലേ, അതെല്ലാം അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് എന്ന്. അത്തരത്തിൽ നിങ്ങളെ ദ്രോഹിച്ചവരുടെ ദുഃഖ ദുരിതവും നിങ്ങൾക്ക് അവരുടെ കണ്ണുനീര് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രപഞ്ചം അതിനുള്ള വഴിയൊരുക്കും. നിങ്ങളുടെ വിജയം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തകർച്ച. നിങ്ങൾ വിജയിക്കുന്നത് കാണുമ്പോഴാണ് അവർ ഏറ്റവും അധികം വേദനിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകളും വിജയങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനമായ പരിശ്രമം നടത്തുക. ആ പരിശ്രമത്തിനൊപ്പം ഈ പ്രപഞ്ചം ഉണ്ടാവുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. ശത്രു എത്ര വലിയ ശക്തനായിരുന്നാലും അവർ എത്ര ഉയരങ്ങളിൽ പറന്നാലും
അവർ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഒരു ദിവസം ഈ പ്രപഞ്ചം അവരെ വലിച്ച് താഴെയിടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയം വേണ്ട. എത്രയോ വലിയ സമ്പന്നരെ ദരിദ്രനായി കാണുന്ന സാധിച്ച ഒരുപാട് സാഹചര്യം നമുക്കില്ലേ? ഒരു ഘട്ടം വരെ വലിയ പണക്കാരനും രാജകീയമായ ജീവിതം നയിച്ച ആളുകൾ ഇന്ന് ദരിദ്രരായി ജീവിക്കുന്ന കാണുന്നില്ലേ? നാം സത്യസന്ധമല്ലാതെ നേടിയെടുത്ത ഒന്നും ശാശ്വതമല്ല. എല്ലാം പ്രപഞ്ചം തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. ആ തിരിച്ചറിവുള്ള ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകളിൽപ്പെട്ടവരാണ് നിങ്ങളും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഭയം വേണ്ട, ജാഗ്രത മതി. നാം നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾ ഒരു ഘട്ടം വരെ വിജയിച്ചു എന്ന് പറയാം. അത്തരം ആളുകളെ തിരിച്ചറിയാതെ പോകുന്നതാണ് നിങ്ങൾ നാശത്തിലേക്ക് എത്തുന്നത്. അതായത് ഇത്തരം ആളുകളെ കാട്ടിത്തരാനാണ് പ്രപഞ്ചം ഇങ്ങനെയുള്ള സൂചനകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശത്രു പുറമേക്കാളുള്ളത് അകമേയുള്ള ശത്രുവിനെയാണ് നാം ഭയക്കേണ്ടതെന്ന് നാം നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് നാം ജാഗ്രതയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഊർജ്ജസ്വലമാക്കി കരുത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മടിയും അലസതയും മാറ്റി നിർത്തുക. ഇതെല്ലാം ഇത്തരം ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് ബാധിക്കുന്ന നെഗറ്റീവ് ഊർജ്ജമാണ്. ആ ഊർജ്ജമാണ് നമ്മെ പിന്നോട്ട് നടത്തുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നാം മുന്നോട്ട് തന്നെ പോവേണ്ടതുണ്ട്. നമ്മുടെ തകർച്ച ആഗ്രഹിച്ചവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് മാത്രമാണ്. അതിന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും, എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ധ്യാനിക്കുക. ജീവിതത്തിൽ ഉയർച്ചകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കട്ടെ എന്ന് ആ പ്രപഞ്ചശക്തിയോട് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ പ്രപഞ്ചശക്തിയുടെ ഒരു ഭാഗമാവുക നിങ്ങളും. അവരുടെ മുന്നിലേക്ക് അവരുടെ ശത്രുവിനെ തിരിച്ചറിയാനുള്ള ഈ സൂചന ഒരുപക്ഷെ പ്രപഞ്ചം നിങ്ങളിലൂടെയായിരിക്കാം അവിടെ എത്തിക്കുന്നത്. അതുകൊണ്ട് നിസ്വാർത്ഥമായ മനസ്സും സത്യസന്ധതയോടുകൂടിയും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹമുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ഇത്തരം നന്മകൾ തന്നെയാണ് ജീവിതത്തിൽ മറ്റ് വലിയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് ഈ വീഡിയോനെ ചെയ്യുക.